ഏത്തപ്പഴമൊക്കെ വല്ലാതെ പഴുത്തു പോയി കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു സുഖമില്ല. പിന്നെ അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയാൽ അതും അത്ര സുഖമാവില്ല. വേവിച്ച് കഴിക്കാമെന്ന് ഓർത്താൽ അതും അത്ര രുചിയായിരിക്കില്ല. അപ്പം നമുക്ക് അങ്ങനെ പഴുത്തു പോയ ഏത്തപ്പഴം കൊണ്ട് ചട്ടപ്പട്ടയെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി ഒരു പലഹാരമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. 10 മിനിറ്റ് സമയം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മധുരത്തിന് ചേർക്കുന്ന ശർക്കരയാണ്. ഒരു ചെറിയ കഷ്ണം ശർക്കര നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതോടെ ഇന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ഞാൻ 3 ചെറിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് കരടൊക്കെ ഉള്ള ശർക്കര ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് അരിച്ച് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ആ മിക്സിയുടെ ജാറിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതും കൂടെ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരിക. ഇപ്പോൾ റെഡിയാക്കിയെടുത്ത ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 200 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. കൺസിസ്റ്റൻസി ഓക്കെ ആണോ എന്ന്. അപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി 1 ഗ്ലാസ് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. 1 ഗ്ലാസ് അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് കൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ആ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ആ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മധുരം കുറവായതുകൊണ്ട് ശകലം കൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആ സമയത്ത്. പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ മാവ് കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. ഇങ്ങനെ സ്പൂണിൽ നിന്ന് വിട്ട് ചാടുന്ന ഒരു പരുവല്ലേ, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കൈ ഒന്ന് നനച്ചിട്ട് കുറച്ച് മാവ് കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുണ്ട ഷേപ്പ് ആവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനത് ചെറിയ ഉരുണ്ട ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ അകവും പുറവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു വശം നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ മറിച്ചിട്ട് മറ്റേ വശവും കൂടെ ആക്കിയെടുക്കുക. അപ്പം നമ്മുടെ 2 വശവും നല്ല ബ്രൗൺ കളറായി. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നത് കോരിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കമൻറ്റ് ചെയ്തേക്കണേ, ഷെയർ ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരാമേ. താങ്ക് യു.